നമസ്കാരം. വിഷു ത്യാഗത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, നാളത്തേക്കുള്ള പ്രതീക്ഷയുടെ, കൃഷിയുടെ, വിളവെടുപ്പിൻ്റെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ തുടക്കമാണ് വിഷു എന്ന് പറയുന്നത്. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അടുത്തൊരു വിസർഗകാലമെന്ന് പറയുന്ന ആരോഗ്യം കൂടുതൽ കിട്ടുന്ന ഒരു കാലഘട്ടത്തേക്കുള്ള യാത്ര തുടങ്ങുന്ന സമയമാണ്. ഒരുപാട് തരത്തിൽ മനുഷ്യന് നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവർക്ക് വരം കൊടുത്ത്, കൈനീട്ടം കൊടുത്ത്, മറ്റുള്ളവർക്ക് വേണ്ടി അവർക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് വിഷു എന്ന് പറയുന്നത്. കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ, എല്ലാ അർത്ഥത്തിലും മറ്റുള്ളവരെ കൂടെ ഒന്നിച്ചു കൊണ്ടുപോയി പ്രകൃതിയുമായിട്ട് ചേർന്നുകൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആഘോഷങ്ങളിലൊന്നാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം വിഷു. എല്ലാ മലയാളികൾക്കും ഹൃദ്യമായ വിഷുദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുക്കെ ഉള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷു ഒരു പ്രധാന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും നവോദയ സ്റ്റോഴ്സിൻ്റെ വിഷു ആശംസകൾ. നാട്ടിന് നന്മ ഉണ്ടാകുവാൻ വേണ്ടി, തെറ്റായ ചിന്തകളിൽ നിന്നും മാറി, ലഹരിയിൽ നിന്നും മാറി മനുഷ്യൻ നല്ലവരായിട്ട് വരാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ.